സ്വീകരിച്ചു. ആ സ്വീകരണം അന്ന് തുടങ്ങി ഒരുപാട് നാളുകൾ തുടർന്നു. അതിന്റെ ഒറ്റ ഒരു കാരണത്തിന്മേലാണ് നമ്മൾ എല്ലാവരും ഇന്ന് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ആ സിനിമയ്ക്ക്, ആ ക്രിയേഷന്, ആ ക്രിയേറ്റിവിറ്റിക്ക് ഒരു പേര്. Ladies and gentlemen, let's put our hands together for മുകുന്ദൻ ഉണ്ണി അസോസിയേറ്റ്സ്. ഒരു നല്ല കൈയടി കൊടുക്കാം പ്ലീസ്. സക്സസ് മീറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ ആക്ച്വലി ഇമാജിൻ ചെയ്തത് ഒരു ചെറിയൊരു ഹാള്, അതിനകത്തൊരു കേക്ക്, ബട്ടർ ചിക്കൻ, നാൻ, ഇത്രയൊക്കെ ഉദ്ദേശിച്ചിട്ടുള്ളൂ. പക്ഷെ ഇത് വലിയ സംഭവമായി പോയി. എനിക്ക് ആക്ച്വലി ഇങ്ങനെ ഇത്ര അധികം ആൾക്കാരുടെ കൊണ്ടൊന്നും സംസാരിക്കാനുള്ള ഇതൊന്നുമില്ല. അപ്പോൾ എനിക്ക് ഇപ്പം തന്നെ എനിക്ക് കുറച്ച് വിറച്ചു തുടങ്ങി. അപ്പം ഇതൊക്കെ ഇങ്ങനെ പെട്ടെന്ന് ഇത് കാണുമ്പോൾ എനിക്ക് ഫസ്റ്റ് ഓർമ്മ വന്നത്, ഞാനും ഇതിൻ്റെ കോ റൈറ്ററായിട്ട് വിമൽ ഗോപാലകൃഷ്ണനും കൂടെ ആദ്യമായിട്ട് 2017 ഇതിൻ്റെ ഡിസ്കഷൻ തുടങ്ങിയതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആക്ച്വലി എന്നെക്കാട്ടും ബെറ്ററായിട്ട് ഇത് പറയാൻ വിമലിനെ കൊണ്ട് പറ്റും. ആളാണ് കുറച്ചുകൂടി നന്നായി സംസാരിക്കുക. വിമലിനെ ഞാൻ ഒന്ന് സ്റ്റേജിലോട്ട് വിളിക്കാം. അപ്പം ഒരു ഡയറക്ടറിനെ അയാളെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഒരു റൈറ്ററിനെ കിട്ടുക എന്ന് പറയുന്നത് ഏറ്റവും വലിയ ഭാഗ്യം. അപ്പം വിമലിനെ ആക്ച്വലി വിമലിന് ഒരു കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് ഏറ്റവും സീറോ ഈഗോ, എല്ലാ രീതിയിലും അണ്ടർസ്റ്റാൻഡ് ചെയ്യും. നമ്മുടെ പെർസ്പെക്റ്റീവ് പറയുന്ന സമയത്ത് പേഷ്യൻ്റെ കേട്ട് നമുക്ക് അത് വർക്ക് ചെയ്യാം, എന്തെങ്കിലും റീവർക്ക് ചെയ്യണം അത് റീവർക്ക് ചെയ്യാം. ഒരു രീതിയിലും ധൃതിയില്ല. എല്ലാ രീതിയിലും നമുക്ക് ഇതാണല്ലേ പ്രശ്നം, അത് ഇങ്ങനെ പ്രശ്നമാണ്. 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് വേറെ സൊല്യൂഷൻ കൊണ്ടുവരും. അത് വർക്ക് ആയില്ലേ പിന്നെ വേറെ സൊല്യൂഷൻ കൊണ്ടുവരും. നായക്ക് നേരത്തെ പറഞ്ഞു ഞങ്ങൾ തമ്മിൽ ഭയങ്കര അണ്ടർസ്റ്റാൻഡിങ് ആയിരുന്നു, ഈഗോ ഒന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ ഒരു 4-5 തവണ ഞങ്ങൾ തല്ലിട്ട് പിരിഞ്ഞിട്ടുണ്ട്. ഞാൻ വിചാരിച്ചു അതോടുകൂടി അവിടെ നിൽക്കുന്ന വിചാരിച്ചത്. പക്ഷെ പിന്നെ ആക്ച്വലി ഞങ്ങളൊരു 4 ദിവസം കഴിയുമ്പോൾ ഒന്നില്ലെങ്കിൽ നായകനെ വിളിക്കും, അല്ലെങ്കിൽ ഞാൻ തിരിച്ച് നായകനെ വിളിക്കും. അപ്പം ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബോണ്ട് ഉള്ളതുകൊണ്ട് മാത്രമാണ് ഒരു 4 കൊല്ലം ഒരു സ്ക്രിപ്റ്റ് കംപ്ലീറ്റ് ആക്കാൻ വന്നത്. ഇത് എങ്ങനെയെങ്കിലും കംപ്ലീറ്റ് ആയി വരേണ്ട സമയത്ത് കൊറോണയും വന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഇനിയിപ്പോൾ ഇതിനോട് കൂട്ടി വെക്കാം എന്നുള്ള സാധനം വന്നപ്പോൾ നായക്കാണ് പറഞ്ഞത്, ഇല്ല നമ്മൾ കൊറോണയാണെങ്കിൽ നമ്മൾ വർക്ക് ചെയ്യും, ഈ സ്ക്രിപ്റ്റ് പിന്നെയും പിന്നെയും പുതുക്കുന്നുള്ളത്. അപ്പോൾ കൊറോണ പുറത്ത് നടക്കുമ്പോഴും ഇത് ഒരു വിധത്തിൽ നല്ലൊരു ടോർച്ചറിങ് ആയിരുന്നു. പിന്നെ ഈ സ്ക്രിപ്റ്റ് എനിക്ക് തോന്നുന്നു ഒരു 4-5 ഡ്രാഫ്റ്റിൽ കേൾക്കുന്നത് വിനീതേട്ടനാണ്. അപ്പൊ വിനീതേട്ടൻ ആദ്യം പറഞ്ഞത് ഇതൊരു, എനിക്ക് നായക്ക് പറഞ്ഞ അറിവാണ്, വിനീതേട്ടൻ പറഞ്ഞത് നോ നോൺസെൻസ് സ്ക്രിപ്റ്റ് ആണ് എന്നാണ് വിനീതേട്ടൻ പറഞ്ഞത്. അപ്പൊ ഞാൻ ഇതിൽ കുറച്ച് വാക്കുകൾ മാറിക്കഴിഞ്ഞാൽ അതിന്റെ സെൻസൊക്കെ പോകും. അപ്പൊ ഞാൻ ആദ്യം ഒന്ന് പേടിച്ച് കറക്റ്റ് ആണോ എന്നുള്ളത്. പക്ഷെ പിന്നെ വിനീതേട്ടൻ ഒരുപാട് ഇൻസ്പയർ ചെയ്തിട്ടുണ്ട് ഇതിനെ പിന്നെ വർക്ക് ചെയ്യാനായിട്ടുള്ളത്. വിനീതേട്ടൻ മാത്രമല്ല, ഗണേഷ് രാജ്, പൂക്കാലത്തിന്റെ ഡയറക്ടർ ഗണേഷും പലപ്പോഴായിട്ട് സ്ക്രിപ്റ്റ് വായിച്ച് പിന്നെ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട്. ഇങ്ങനെ പല നായകൻ ഫ്രണ്ട്സും ഞങ്ങളുടെ എല്ലാം ഫ്രണ്ട്സും കൂടിയിട്ടും അഡീഷണൽ ആയിട്ട് പറഞ്ഞിട്ടാണ് ഓവർ ഒരു 40 ഡ്രാഫ്റ്റ്സ്. പറയണ്ട, അതെ അതെ, എഴുതാൻ അറിയാത്തതുകൊണ്ടായിരുന്നു 5 ഡ്രാഫ്റ്റ്. അപ്പൊ അങ്ങനെ അത്രയും ചെയ്തിട്ടാണ് നമ്മള് ഈ സ്ക്രിപ്റ്റ് ഒരു സിനിമയിലേക്ക് എത്തിച്ചത്. സാധാരണ എന്താണ് എല്ലാവരുടെ അടുത്തും പറയാനുള്ളത്? എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് അബിയുടെ ഒരു സിനിമ ഇങ്ങനെ. കാരണം അബീനെ കഴിഞ്ഞൊരു 4-5 വർഷത്തിനിടയിൽ പല രൂപത്തിലും പല ഭാവത്തിലും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് ഇങ്ങനെ ഈ സിനിമയുടെ സക്സസ് സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോൾ ശരിക്കും ഉള്ളിൽ നിറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത്. ഭയങ്കര ഭയങ്കര സന്തോഷമുണ്ട്. ഡോക്ടറെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, ഈ സിനിമ അബീനെ വിശ്വസിച്ച് ഡോക്ടർ റിലീസിന് മുമ്പ് ഒരു ദിവസം എൻ്റെ വീട്ടിൽ വന്ന് പറഞ്ഞു, ആരോടും നന്ദി പറയാനില്ല എന്ന് പറഞ്ഞിട്ടാണ് അബി ഈ സിനിമ തുടങ്ങുന്നത്. അങ്ങനെ സിനിമ തുടങ്ങുന്നത് ശരിയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഡോക്ടറോട് പറഞ്ഞു, ഡോക്ടർ പടം കണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഡോക്ടർ അത്യാവശ്യം വേൾഡ് സിനിമയൊക്കെ കാണുന്ന ആളാന്നുള്ളൊരു കോൺഫിഡൻസ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞു, ഡോക്ടർ ആദ്യം പടം കാണും, എന്നിട്ട് വിളിക്കൂ, ഈ സിനിമ ഇങ്ങനെ തുടങ്ങിയാൽ മതിയോ ഇല്ലയോ എന്നൊന്ന് പറയുമെന്ന് പറഞ്ഞു. ഡോക്ടർ പടം കണ്ടിട്ട് അന്ന് രാത്രി വിളിച്ചു, ഈ സിനിമ തുടങ്ങാൻ ഇതിനേക്കാളും നല്ല വേറൊരു വഴിയില്ല എന്ന് പറഞ്ഞു. കാരണം അത് അബി ഈ സിനിമയുടെ ടോൺ സെറ്റ് ചെയ്യുന്നതാണ്. ആദ്യത്തെ കാർഡ് തൊട്ട് ഈ സിനിമയുടെ സ്വഭാവം ജനങ്ങളിലേക്ക് മെല്ലെ 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 ഇങ്ങനെ ഫീഡ് ചെയ്യുന്നൊരു രീതിയിലാണ് അബി ഇത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള സിനിമയിൽ ഏറ്റവും ക്രേസി ആയിട്ടുള്ള സിനിമയാണ്. ഭയങ്കര സന്തോഷമുണ്ട്. താങ്ക് യു. ഇതിൻ്റെ ഈ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് അബിയാണ്. ഞാൻ അബിയുടെ അടുത്ത് പലതവണ ചോദിച്ചിട്ടുണ്ട്, എടാ നിന്റെ വീടിന്റെ ചായപ്പിൽ പാമ്പുണ്ടോ, സത്യം വേണം. ഞാൻ ഒരുപാട് തവണ ഇവനോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ സൂക്ഷിക്കണം.
എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് വിമലായിരിക്കും. എനിക്ക് തോന്നുന്നു ഞാൻ ഇത്ര നേരത്തെ സ്റ്റേജിൽ കയറേണ്ട ആളല്ലാന്ന് തോന്നുന്നു. ഈ സിനിമയിലെ നായിക എന്നൊക്കെ അവകാശപ്പെട്ട ആളുകളോട് ഇരിക്കുന്നുണ്ട്. സോ അവകാശപ്പെടുന്ന ആളുകളോ? ഇല്ല, ഞാൻ വെറുതെ ആശയനെ കളിയാക്കി. അതിയായ സന്തോഷമുണ്ട്. കാര്യം ഈ സിനിമ എനിക്ക് ഏറ്റവും അടുപ്പമുള്ളത് ജോയ് സാറിനോടാണ്. അപ്പോൾ എന്തുകൊണ്ടും ഇവർ നിർമ്മിച്ച 4 സിനിമകളിൽ ഒരു 3 സിനിമകളിൽ ഭാഗമാകാനുള്ളൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിരുന്നു. അതിലൊരു സിനിമയുടെ ഭാഗവാനെ പറ്റിയുള്ളൂ. പക്ഷെ ഈ സിനിമ തുടങ്ങുന്നതിന് മുമ്പ് അല്ലെങ്കിൽ ഇതിലൊരു കഥാപാത്രത്തിന് വേണ്ടിയിട്ട് അഭി എന്നോട് ഈ സിനിമയുടെ തിരക്കഥ മുഴുവൻ പറഞ്ഞു കഴിഞ്ഞപ്പോൾ എനിക്ക് ആ മൊമെന്റിൽ എനിക്കത് സ്ട്രൈക്ക് ചെയ്തിരുന്നു. ഈ സിനിമ 100% വർക്കാവും എന്നുള്ളത്. അല്ലെങ്കിൽ ഇങ്ങനൊരു സിനിമ ഈ ഒരു സമയത്ത് പറയപ്പെടേണ്ട സിനിമയാണെന്ന് എനിക്ക് തോന്നിയിരുന്നു. പിന്നൊരു ടൈമിൽ ഈ സിനിമ പ്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ ഒരു അവസ്ഥയിൽ ജോയ് സാർ എന്നെ വിളിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു, ഈ കാസ്റ്റ് ലിസ്റ്റിൽ എൻ്റെ പേര് കണ്ടിട്ട് ഇദ്ദേഹം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ഇതേപോലെ ഇങ്ങനൊരു സിനിമയെ കുറിച്ച് അല്ലെങ്കിൽ ഇങ്ങനെ സിനിമ നിർമ്മിക്കുന്നതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കുന്നുണ്ട്. അപ്പൊ കാസ്റ്റ് ലിസ്റ്റിൽ തൻ്റെ പേര് കണ്ടു. അപ്പോൾ എന്താണ് അഭിപ്രായം എന്ന് വെച്ചാൽ സാറിനോട് പറഞ്ഞു. ഞാൻ സാർ ഒന്നും നോക്കണ്ട, 100%. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അഭി ഒരുപാട് എപ്പോഴും ഒരു ഫിലിം മേക്കർ ഒരുപാട് വർഷം ഒരു സിനിമക്ക് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് ഡെഫിനറ്റ്ലി റിസൾട്ട് ഉണ്ടാവുന്ന ഞാൻ വിശ്വസിക്കുന്നത്. ആൻഡ് ഇപ്പോ അദ്ദേഹം പറഞ്ഞ പോലെ ഈ സിനിമയിലെ നായികമാർ എന്ന് അവകാശപ്പെടുന്നവരല്ല, നായികമാരായിട്ടുള്ള 2 പേരെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, വി ഹാവ് ആർഷ ബൈജു ആൻഡ് തൻവി റാം. 2 പേരെയും ഒരുമിച്ച് തന്നെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഭയങ്കര സന്തോഷമുണ്ട് ആക്ച്വലി ഇങ്ങനെയൊരു സക്സസ്ഫുൾ ആയ ഒരു സിനിമയുടെ കൂടി വലിയൊരു സിനിമയുടെ ചെറിയൊരു ഭാഗമാകാൻ പറ്റുന്നത്. സോ ഐ തിങ്ക് ഇങ്ങനൊരു ഈ ഇവൻറ്റിൽ എനിക്ക് താങ്ക്സ് പറയാനാണുള്ളത് ടു അബി ഫോർ കാസ്റ്റിംഗ് മീ, ടു ജോയ് സർ ഓൾസോ ഫോർ സപ്പോർട്ടിങ് അസ്. പിന്നെ ഞാനിത് കുറേ പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്, വിനീതേട്ടൻ്റെ കൂടെ അഭിനയിക്കുക എന്നുള്ളത് ഒരു ഡ്രീം കം ട്രൂ ആണ് എനിക്ക്. സോ അതും ഈ സിനിമയിലൂടെ സാധിച്ചതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ആൻഡ് ദെൻ അർഷയ്ക്ക് എൻ്റെ ഒരു ഡയലോഗ് ഉണ്ട് അവസാനം. ഞാൻ കുറച്ച് നാൾ ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തിട്ട് അതിൻ്റെ എനിക്ക് സ്റ്റോറീസ് കണ്ടിട്ടുണ്ട്. എപ്പോൾ സ്റ്റോറീസ് തുടങ്ങിയാലും തുറന്നാലും അർഷയ്ക്കും എൻ്റെ മുഖം കാണും. ഞാൻ അപ്പം തന്നെ തിരിഞ്ഞിട്ടാണ്, പിന്നെ ഞാൻ ഇൻസ്റ്റാഗ്രാം കുറച്ച് ഓഫാക്കിയിരിക്കും. അങ്ങനെയായിരുന്നു. ആൻഡ് ഓൾസോ കൺഗ്രാറ്റുലേഷൻസ് ടു എവരിബഡി ഹു വർക്ക് ബിഹൈൻഡ് ദി ക്യാമറ. സോ എനിക്ക് തോന്നുന്നു ഈ ക്യാമറയുടെ മുമ്പിൽ കാണുന്ന ഒരു 5 അല്ലെങ്കിൽ 10 ആൾക്കാരെക്കാളും കൂടുതൽ ക്യാമറയുടെ പിന്നിൽ വർക്ക് ചെയ്ത് ഒരുപാട് ആൾക്കാർ ആക്ച്വലി ഇവിടെ വന്നിട്ടുണ്ട്. So അവരും കൂടി കാരണമാണ് ഈ സിനിമ ഇങ്ങനെ സക്സസ് ആയത്. സോ കൺഗ്രാറ്റുലേഷൻസ് ടു യു ഓൾ ടു. ആൻഡ് ഐ ആം റിയലി ഹാപ്പി, genuinely very happy to be part of this movie. We are also very happy that you're here today. And Arsha, എന്തെങ്കിലും ഒരു 2 വാക്ക്? എല്ലാവർക്കും നമസ്കാരം. എനിക്ക് ഒന്നുമില്ല, നന്ദി മാത്രം പറയാനുള്ളൂ നമ്മുടെ ടീമിനോട്, സിനിമയിലുള്ള എല്ലാവരോടും. ഗ്രാറ്റിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ ഈ ടീമിനോട്. അഭിനേട്ടൻ, വിനീതേട്ടൻ, ജോയ് സർ, എല്ലാവരും കൂടെ അഭിനയിച്ച, പിന്നെ വിനയ് ചേട്ടനാണ് ഏറ്റവും മെയിൻ. വിനയ് ചേട്ടനാണ് ഏറ്റവും നന്ദി പറയാനുള്ളത്. അപ്പോൾ എല്ലാവരോടും നന്ദി മാത്രമേ പറയുള്ളൂ. ഇന്ന് എൻ്റെ ഫാമിലി എല്ലാവരും വന്നിട്ടുണ്ട്, എൻ്റെ അപ്പൂപ്പനും എല്ലാവരും വന്നിട്ടുണ്ട്. ഞാൻ ഭയങ്കര സന്തോഷത്തിലാണ്. ഞാൻ അത്രേ ഉള്ളൂ. താങ്ക് യു സോ മച്ച്. അത്രേ ഉള്ളൂ. എന്തൊക്കെയോ പറയാനുണ്ടായിരുന്നു, പക്ഷെ അത്രേ ഉള്ളൂ. ആൻഡ് നമുക്കറിയാം, ഒരു പരിപാടി നമ്മൾ തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ദീപം തെളിയിച്ചുകൊണ്ടാണ് തുടങ്ങുക. പക്ഷെ നമ്മൾ സംസാരിച്ചുകൊണ്ടാണ് തുടങ്ങിയത്. ഇനി നമുക്ക് ദീപം തെളിയിക്കുന്ന ആ ഒരു ചടങ്ങിലേക്ക് കടക്കാം. പക്ഷെ അതിനുവേണ്ടി കുറച്ചുകൂടി ആൾക്കാരെ ഞാൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഈ സിനിമയിലെ മറ്റൊരു ഇമ്പോർട്ടന്റ് റോൾ ചെയ്ത സുലീകൊപ്പ. So let me invite him. There he is. നമ്മൾ ആ ബാക്കിലുള്ള ആ ഒരു പോസ്റ്ററിൽ വരികയുണ്ട് അദ്ദേഹം. He did an amazing character in this movie. ഞാൻ ഒരുപാട് സ്നേഹത്തോടു കൂടി കുറേ വർഷങ്ങളായിട്ട് മലയാളികളുടെ എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു മുഖമാണ് സുധീഷ് ചേട്ടന്റെ. സുധീഷ് ചേട്ടാ, inviting you to the stage, please do join us. ആൻഡ് ഒരു നടനായി മാത്രമല്ല, ഒരു റൈറ്ററായും ഒരു ഡയറക്ടറായും നമ്മളുടെ എല്ലാവരുടെയും മനസ്സിലെത്തിയ ഞണ്ടുകളുടെ നാട്ടിലൊരു ഇടവേളയുടെ ഡയറക്ടർ, the one and only Altaf. So inviting you to the stage.
റീപ്ലേസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഇരിഞ്ഞാലക്കുടക്കാരൻ. ഞാനൊരു ഇരിഞ്ഞാലക്കുടക്കാരനാണ്. എന്റെ നാട് ഇരിഞ്ഞാലക്കുട എന്ന നാട് അറിയപ്പെട്ടിരുന്നത് തന്നെ അദ്ദേഹത്തിന്റെ പേരിലാണ്. ദ വൺ ആൻഡ് ഓൺലി ഇന്നസെന്റ്. നമുക്കറിയാം he left us a few days back. ഇന്ന് ഈ ഒരു ദിവസം നമ്മളിവിടെ ആഘോഷിക്കുമ്പോൾ I think we'll pay a few seconds of silence. നമ്മളുടെ റെസ്പെക്ട്, നമ്മളുടെ ലവ് ഫോർ him, അത് മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് a few seconds of silence everybody please. മൂവിംഗ് ഓൺ. ഇന്ന് ഈ ഒരു ദിവസം നമ്മളിവിടെ സെലിബ്രേറ്റ് ചെയ്യുന്നത് മുകുന്ദനുണ്ണി അസോസിയേറ്റ്സ്. നമുക്കറിയാം ഒരുപാട് അവാർഡ്സ് നമുക്ക് കൊടുക്കാനുണ്ട്. അതിൽ ഏറ്റവും ആദ്യത്തെ അവാർഡ് എന്ന് പറയുന്നത് നമ്മുടെ പ്രൊഡ്യൂസർ തന്നെയാണ്. സോ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഹിയർ ഗോസ് ദി വെരി ഫസ്റ്റ് അവാർഡ് ടു ദി വൺ ആൻഡ് ഓൺലി ഡോക്ടർ അജിത് ജോയ്. ആ ഒരു അവാർഡ് കൊടുക്കുന്നത് വിനീതേട്ടനായിരിക്കും. വിനീതേട്ട നമ്മുടെ പ്രൊഡ്യൂസർ സാറിന് ആ ഒരു അവാർഡ് കൊടുത്തുകൊണ്ട് ഈ ഒരു മൊമെന്റോ ഹാൻഡിംഗ് ഓവർ സെറമണി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. अच्छा चलता हूँ दुआओं में याद रखना, मेरे जिक्र का जुबा पे सुवाद रखना, दिल के संदूकों में मेरे अच्छे काम रखना, चिट्ठी तारों में भी मेरा तू सलाम रखना, अंधेरा तेरा मैंने ले लिया, मेरा उजला सितारा तेरे नाम किया, छन्ना मेरे आ मेरे आ, छन्ना मेरे आ मेरे आ, छन्ना मेरे आ मेरे आ बेलिया, ओ पिया